പത്തലു എനിക്ക് കഴിക്കാൻ വല്ലതും തരൂ. വിശന്നിട്ട് എനിക്ക് നടക്കാൻ പോലും വയ്യ. നീ നിന്റെ നാടകമൊന്ന് നിർത്ത. എന്റെ കയ്യിൽ കഴിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. വിശക്കുന്നേ, എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ താ എന്റെ പത്തലു. വിശന്നിട്ട് എനിക്ക് എന്റെ കുടല് കറിയത് മണം വരുന്നു. അടുത്തെവിടെയോ കല്യാണം ഉണ്ടല്ലേ? കല്യാണ വീട്ടിൽ പോയി നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇൻവിറ്റേഷൻ ഇല്ലാതെ കല്യാണത്തിന് പോയാ ഭക്ഷണത്തിന് പകരം ചെരുപ്പ് തിന്നേണ്ടി വരും. എന്റെ പത്തലു, അത്രേ ആൾക്കൂട്ടത്തിനാണെങ്കിൽ ഇതൊക്കെ ആരറിയാനാ? വെൽക്കം സാർ. താങ്ക് യു. ഭക്ഷണം എവിടെയാണ് വെച്ചിരിക്കുന്നത്? അവൻ ഉദ്ദേശിച്ചത് ഏത് ഭാഗത്തേക്കാ പോണ്ടെന്നാ ചോദിച്ചേ. ഏത് ഭാഗത്തേക്കാ പോണ്ടേ? വരനും വധുവും എവിടെയാണ് എന്ന്. അവരിവിടെ സ്റ്റേജിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആദ്യം ഭക്ഷണം കഴിക്കണമെങ്കിൽ അങ്ങോട്ട് പോകൂ. നിങ്ങൾ കഴിക്കുമ്പോഴേക്കും ചടങ്ങുകൾ ആരംഭിക്കും. കൊള്ളാലോ, എന്റെ മനസ്സിലുള്ളത് തന്നെ അങ്ങ് പറയുന്നല്ലോ. ഒന്നുമില്ല. സമൂസയൊന്നുമില്ല. ഇതുവരെ വന്നില്ല സാർ. നല്ല ചൂടോടെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ശരിയെന്നാ, അതുവരെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചോളാം. ഡബിൾ പ്ലേറ്റ്. മോനെ എനിക്കൂടെ അടിപൊളി. എടോ, എന്നെ കഴിക്കാൻ സമ്മതിക്കൂലേ നിങ്ങള്? മോട്ടു വേഗം വാ. നിങ്ങളാരാ? എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ. ഞങ്ങള് പൊളിക്കടുത്തല്ലോ. രസഗുല്ല എവിടെ? എവിടെ പോയി ഞങ്ങളുടെ പ്ലേറ്റ്? എനിക്കറിയില്ല സാറേ. ഇവിടെ ഒരു കള്ളനുണ്ട്. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അവൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ അവനെ പിടിച്ചിരിക്കും. ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ടേബിളിനടിയിൽ കള്ളന്മാരുണ്ട്. എന്റെ രോഗികളാണ് സത്യം. കള്ളന്മാരെ പിടിക്ക്. ഞാൻ ഇതുവരെ കഴിച്ചു പോലും തുടങ്ങിയിട്ടില്ല. അവന്മാരാണെങ്കിൽ ടേബിൾ സഹിതം എടുത്തോണ്ട് ഓടിയത്. വെറുതെ വിടല്ലേ. പിടിക്ക്. ഓ ചിങ്കം, എന്റെ ചങ്ക, എന്നെ കൂടെ എന്റെ മുകളിലൊന്ന് കയറ്റ്. ഞാൻ ഇതുവരെ ഡിന്നർ കഴിച്ചിട്ടില്ല. പൊളിക്കടുത്തല്ല. എനിക്കും നല്ല വിശക്കുന്നുണ്ടല്ലോ. പത്തലു, പുറത്തെല്ലാവരും നമ്മൾ അന്വേഷിച്ചോണ്ടിരിക്കുക. അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ഡ്രസ്സൊക്കെ മാറിയേ പറ്റൂ. ഞാൻ ഇതിട്ടോളാം. ഇത് കറക്റ്റ് എന്റെ സൈസിനുള്ളതാ. ഇത് കല്യാണ ചെക്കന്റെ ഡ്രസ്സ് പോലെ ഉണ്ടല്ലോ പത്തലു. അവൻ ബാത്റൂമിലാന്നാ തോന്നുന്നു. വരൂ മണവാളച്ചക്ക, നിങ്ങൾക്ക് വേണ്ടി മണവാട്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ ആരാണ്? ഞാൻ നിങ്ങളുടെ മേക്കപ്പ് മാനാ. അയ്യോ,
പിടിക്ക്. ആരാ അത്? അതെ ചേട്ടാ, എല്ലാരും ഇവിടെ പോയി. കല്യാണം തുടങ്ങാറായി, എല്ലാരും അങ്ങോട്ട് പോയി. നിക്കവിടെ നിക്കാൻ. ഞാനാണ് ജോൺ, ഞാൻ തന്നെയാണ് ജോൺ, ഞാനായിരിക്കും ഡോൺ. ഈ കല്യാണ വീട്ടിൽ കക്കാൻ വന്നവൻ. ആരാ കക്ക? എടാ പൊട്ടക്കണ്ണം കോന്ത, ഞാനായിരിക്കും കക്കുന്നത്. ഈ ഞാൻ വാടാ. എന്റെ ദൈവങ്ങളെ സഹായിക്കണേ, പത്തലുവിന്റെ കല്യാണം ഒന്നും നടത്തി കളയല്ലേ. നോക്കൂ കുട്ടികളെ, ഞാൻ നിങ്ങളുടെ കല്യാണം നടത്താൻ പോവുകയാണ്. ഈ കല്യാണം ഇവിടെ നടക്കില്ല. ഈ പിച്ചക്കാരൻ ഇത് എവിടുന്നാ വന്നേ? ഇവനെ വിളിച്ചോണ്ട് പോ. ഇവരെ പിടിച്ച് പുറത്താക്കി. ഇതാരാ? കള്ളൻ, കള്ളൻ! മുറിയിൽ നിന്ന് വധുവിന്റെ മാല മോഷണം പോയി. ആ കാണുന്ന തടിയെ മോഷ്ടിച്ചെന്ന് തോന്നുന്നു, അവരെ പിടിക്കേ. ജോണാണ് മോഷ്ടിച്ചത്. പിടിക്ക്, വിടരുത്, അവന് പിടിക്ക്. എന്റെ അമ്മോ. ദേ കണ്ടില്ലേ പെണ്ണിന്റെ മാല? അത് എന്റെയാ, എന്റെതാ കിട്ടിയത്. എന്റെ മാലയാണ്. എന്റെ മാലയാണ്. നല്ല മണം. ചിങ്കം സാറേ, ഇന്ന് പിടിച്ചോ കളവ് പോയ മാല. പിന്നെ ഇതിന്റെ മോഷ്ടാവ് മേളിന്ന് വന്നോണ്ടിരിക്കുക. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, എംപോസിബിൾ. മോട്ടു പത്ലു, താങ്ക് യു വെരി മച്ച്. സോറി കൂട്ടുകാരെ, വിശന്നിരിക്കുമായിരുന്നു. പെട്ടെന്ന് സ്വാദുള്ള ഭക്ഷണത്തിന്റെ നല്ല മണം കിട്ടിയപ്പോൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല, കഴിക്കാനിങ്ങ് പോന്നു. ഞങ്ങൾ ഇന്ന് നിങ്ങളെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഇവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുക്കൂ. ഇന്നിവർ നമ്മുടെ അതിഥികളാണ്. മതി മതി, വയറ് നിറഞ്ഞു. കുറച്ചുകൂടെ കഴിക്കേ, കുറച്ചുകൂടെ കഴിക്കട്ടെ, കഴിക്കാൻ പോട്ടെ.